ഒട്ടിക്കുമ്പോ പിടിച്ചേ എന്താ ചേട്ടാ ചേട്ടനെ തല്ലിക്കൊല്ലാൻ വരുവാണോ വടിയുമായിട്ട്? ഇപ്പഴത്തെ കാലത്ത് ഇറങ്ങുന്ന മുട്ടേ പാമ്പിന്റെ മുട്ടയാണോ കോഴിയുടെ മുട്ടയാണോ എങ്ങനെ പറയാൻ പറ്റും? തുടിച്ചോ രക്ഷപ്പെട്ടടാ നീ കോഴിമുട്ട. പിന്നെ കുരുമുളക് കൂടുതലിട്ടോ? കുരുമുളക് കൂടുതൽ ഇടാൻ വേണ്ടി ഇരിക്കുന്നു. എടാ പൊന്നു പോലെ ഈ കഴിഞ്ഞ ദിവസമേ ഇവിടെ പാർലമെന്റിലെങ്ങാണ്ട് വെജിറ്റബിൾ എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ പാർട്ടിക്കാരും വന്നിട്ട് കുരുമുളക് പൊടി വാരിക്കൊണ്ടല്ലേ പോയത്. പത്രത്തിലുണ്ടായിരുന്നു. കുരുമുളക് ഇല്ല കുരുമുളക് വാരി വെതറുമല്ലേ? പത്രത്തിലുണ്ടായിരുന്നോ? പിന്നെ അതെന്റെ കുരുമുളക് പൊടിയായിരുന്നു. നീ അവിടെ പോയിട്ട് ഇഷ്ടം പോലെ കിട്ടിയാന്. എന്തുവാ നമ്മുടെ രാജുവിന്റെ കല്യാണം നാളെയല്ലേ? നടക്കത്തില്ല. കല്യാണം നടക്കത്തില്ല. നാളെ ഹർത്താലല്ലേടാ? പാലക്കാട് വെച്ചാണോ കല്യാണം? അതെ അതെ. ഞാനൊരു കുടുംബം ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ വേണ്ടിയിരിക്കുമല്ലോ. ഹർത്താലാണ്. നിങ്ങൾ എങ്ങനെ പോകാനാ കല്യാണത്തിന്? ചേട്ടൻ പേടിക്കണ്ട, ഹർത്താലാണെങ്കിൽ ഈ കല്യാണം നടക്കും. എങ്ങനെ നടക്കുന്നു? രാജു ഉണ്ടല്ലോ, ഈ 2 ദിവസം മുമ്പേ അറിഞ്ഞ ഈ ഹർത്താലിന്റെ കാര്യം. അറിഞ്ഞോട് അവൻ ചെയ്ത വേല എന്താണെന്നറിയാം? 2 ആംബുലൻസ്, 2 മിൽമ വണ്ടി, 2 പത്രവണ്ടി ബുക്ക് ചെയ്തവന്റെ വീട്ടിലിട്ടിരിക്കുക. ചേട്ടാ ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തേക്കുന്ന ആരാ? മിൽമ വണ്ടി പത്രവണ്ടി എല്ലാരും കൂടി ഹർത്താലിന് ആഹ്വാനം ചെയ്ത് പിന്നെ അങ്ങനെ കല്യാണം നടക്കുന്നത്? ഒടുക്കത്തെ ഹർത്താൽ കാരണം മനുഷ്യന് സമാനത്തോടെ ജീവിക്കാനും പറ്റുന്നില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം തമ്പാനൂർ വരെ ഒന്ന് പോയി. സിനിമയ്ക്കോ? എടാ പോടാ അവിടെ എന്റെ മൂത്ത മരുമോന്റെ വീട്ടിലും ഞാൻ തമ്പാനൂർ ചെന്ന് ഇറങ്ങിയിട്ട് ഒരു 3 മണിക്കൂർ അവിടെ ബ്ലോക്കിന് കുരുക്കിലും കിടന്ന് ഹർത്താലോ? ഹർത്താലിന്റെ ഇടയ്ക്കാണ് വണ്ടിയൊക്കെ ബ്ലോക്ക് ആകുന്നത്. ഇവിടെ ഏതോ പാർട്ടിയുടെ നിരാഹാര സമരം പാർലമെന്റ് സെക്രട്ടറിയുടെ മുന്നിൽ. അതൊരു സ്ഥിരം പരിപാടി തന്നെ. പിന്നെ ഏതോ പാർട്ടിയുടെ നിരാഹാര സമരമൊക്കെ നമ്മളെ സാധാരണക്കാർ എങ്ങനെ ജീവിക്കും? അല്ലേ എന്റെ അഭിപ്രായത്തില് ഈ സമരം ധർണയൊക്കെ ഒഴിഞ്ഞു പോണായ പുത്തരിക്കണ്ടം മൈതാനത്തിലോട്ട് മാറ്റി കഴിഞ്ഞാൽ അവരുടെ ധർണവും നടക്കുന്ന നിരാഹാരം നടക്കുന്ന സാധാരണക്കാർ ഓടിക്കണം നടക്കുക. ചെറിയ കുഴപ്പമില്ലല്ലോ. ചേട്ടൻ എന്റെ വർത്തനം പറയണം. ഈ സെക്രട്ടേറിയറ്റ് നടക്കേണ്ട ധാരണ പുത്തരിക്കണ്ട മൈതാനത്തുണ്ടോ വെച്ചില്ല. അവിടെ സെക്രട്ടേറിയറ്റ് ഉണ്ടോ? ഇവരെന്താ ഒരു മണ്ടനായത്? എടാ അവിടെ സെക്രട്ടേറിയറ്റിന്റെ ഒരു സെറ്റ് ഇട്ടാ പോരെ? ഇത് കാണും. സച്ചിൻ കളി നിർത്തിയോ ചേട്ടാ? ഈ സച്ചിൻ കളി നിർത്തിയതിനോട് ചേട്ടന്റെ അഭിപ്രായം എന്താ? അതെനിക്കറിയാം. ഈ പ്രായപ്പോ കളി നിർത്തിട്ട് എന്തോ കാര്യം? എടാ നല്ല പ്രായത്തിൽ കളിയൊക്കെ നിർത്തി കാര്യത്തിലോട്ട് എടുത്തപ്പോ ഇനി ആരെങ്കിലും വിളിക്കാനൊക്കെ ഒരു ജോലി കൊടുക്കുവോ? മൊത്തം കളിച്ചു കിടന്നാ. എടാ ഞാനുണ്ടല്ലോ 8ാം ക്ലാസ് വെച്ച് ക്രിക്കറ്റ് കളിയൊക്കെ നിർത്തിയവനാ. ഇനി വിളിക്കാൻ PSC ഒരു നല്ലൊരു ടെസ്റ്റെങ്കിലും വരുമോ? ഇന്ത്യ ക്രിക്കറ്റ് കളി തോറ്റ് മുഖ്യമന്ത്രി രാജിവെക്കണം. മുഖ്യമന്ത്രി രാജിവെക്കണം. എടാ ഇന്ത്യ ക്രിക്കറ്റ് കളി തോറ്റാൻ എന്താണ് മുഖ്യമന്ത്രി രാജിവെക്കുന്നത്? നമ്മുടെ നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇപ്പൊ മുഖ്യമന്ത്രി രാജിവെക്കണം. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അങ്ങനെയാണ് രാജിവെച്ചേ പറ്റുള്ളൂ. എന്താ കാര്യം? എടാ എന്റെ ഒരു പാക്കറ്റ് സിഗരറ്റ് കാണാൻ പോയത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ നാട് നന്നാകണമെങ്കിൽ നമ്മൾ ബംഗാളികളെ പിടിച്ചങ്ങോട്ട് മന്ത്രിമാരാക്കിയാലോ? എങ്ങനെ? ഇവന്മാരാകുമ്പോ മരിച്ചു കിടന്ന് അങ്ങ് ഭരിച്ചോളൂ. തുച്ഛമായ ഊതിയം കൊടുത്താൽ മതി. അത് മാത്രമല്ല എല്ലാം കൂടെ ഒറ്റ വണ്ടിക്ക് സെക്രട്ടേറിയറ്റ് വന്ന് ഇറങ്ങുകയും ചെയ്യും. അത് ശരിയാ കേട്ടോ. ഇതെന്തോ കാണുന്നു? ചേട്ടന് ഭയങ്കര ബുദ്ധി തന്നെ. ഏതായാലും പിന്നെ ഇച്ചിരിയുടെ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്ന് വിളിക്കാം. ഇവിടെ മാലിന്യം നിക്ഷേപിക്കുക. ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത് എന്ന് എഴുതി വെച്ചാലില്ലേ നാട്ടുകാരെല്ലാം ഇവിടെ കൊണ്ടങ്ങ് ചപ്പിടും. മനസ്സിലായോ? ഇങ്ങനെ എഴുതി വെച്ച് ആരും മൈൻഡ് പോലും ചെയ്യത്തില്ല. അങ്ങോട്ട് നോക്കിയേ. അങ്ങനെ ഒരു മല ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇവിടെ കാണുന്നത്. മലയല്ലേ തേങ്ങാ കൊലയത്. എടാ അത് നാട്ടുകാരെല്ലാം കൂടെ ചപ്പിട്ട് അത് കൂട്ടിയിട്ടിരിക്കുന്നതല്ലേ? ഇങ്ങനെ ഒരു ബോർഡ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ആ മല ഇപ്പൊ ഇവിടെ ആയെന്നെ. മലയുടെ കാര്യം ഒരു കാര്യം എന്തുവാടാ? എന്തോ പറ. നമ്മുടെ ജോസ് ഗൾഫിൽ നിന്ന് വന്ന കാര്യം അറിഞ്ഞോ? ഏത് മല? മലക്കുന്നല്ല ജോസോ? ജോസ് ഗൾഫിൽ നിന്ന് കാര്യം അറിഞ്ഞോ? ചേട്ടൻ അറിഞ്ഞോ? ഞാൻ വന്നു ഇന്നലെ ചായ കുടിച്ചിട്ട് പോയല്ലോ. കണ്ടോ? അവന്റെ കയ്യിൽ ഒരു പൊതിയിരിക്കുന്നുണ്ടായിരുന്നു. ചേട്ടാ പരദൂഷണമാണ് ഇവിടെ പറ്റത്തില്ല. നമുക്കിവിടെ മാറി സംസാരിക്കാം. അവന്റെ കയ്യിൽ പൊതിയിരിക്കുന്നുണ്ടായിരുന്നു. പൊതിയിരിക്കുന്നുണ്ട്. എന്നതാ? സ്വർണ്ണ ബിസ്ക്കറ്റ്. സ്വർണ്ണ ബിസ്ക്കറ്റ് കൊണ്ടുവരാൻ പറ്റുമോ? പോലീസ് പിടിക്കത്തില്ലേ? ചിലപ്പോ സ്വർണ്ണ ബിസ്ക്കറ്റ് കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും. എനിക്ക് തോന്നുന്നേ അവൻ ചിലപ്പോ നെടുമ്പാശ്ശേരി വഴിയായിരിക്കും കൊണ്ടുവന്നത്. അല്ല പിടിച്ചേനെ. ഞാൻ കണ്ടാണ് സ്വർണ്ണ ബിസ്ക്കറ്റ്. ഞാൻ വേറെ ആരും കണ്ടിട്ടില്ല. എടാ ഈ ഇവര് പോലും കാണാതെ മറ്റേ ഇവരൊക്കെ കാണാതെ നീ എങ്ങനെയാ സ്വർണ്ണ ബിസ്ക്കറ്റ്? കസ്റ്റംസ് കാണാനാണ് ഉള്ളി കൊണ്ടുവന്നത്. ഞാൻ കണ്ടുപിടിച്ചു. എടാ കസ്റ്റംസ് പോലും കണ്ടുപിടിക്കാത്ത സ്വർണ്ണ ബിസ്ക്കറ്റ് നീ എങ്ങനെ കണ്ടുപിടിച്ചടാ? ഞാൻ ദിവസം രാവിലെ എന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ അവർ ഈ സ്വർണ്ണ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ ചായക്കാട്ട് നോക്കി കഴിക്കുന്നു. ഇങ്ങനെ അതാ ചുമ്മാ കിടന്ന് നാട്ടുകാരെ പരാതി പറഞ്ഞിട്ട് ഒരു കാര്യം. ഹലോ. ചേട്ടാ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. എന്താ പറയൂ? ഒരെണ്ണം അടിക്കാമോ? അടിക്കാമോ? മോനെ അതെ പോലീസുകാരൊക്കെ വരുന്ന വഴിയാ. പെട്ടെന്ന് ആയിക്കോട്ടെ.
റമ്മാണ് ആ റമ്മ റം കുഴപ്പമില്ല. അടിപൊളി. എന്താ കാണിക്കുന്നത്? അല്ല എനിക്കടിക്കണ്ടോ? നിനക്ക് അടിക്കാനോ? എടാ നീ മര്യാദയ്ക്ക് എന്നോട് പറഞ്ഞ് ചേട്ടാ ഒരെണ്ണം അടിക്കാവോ ചോദിച്ചു. എന്റെ മര്യാദയ്ക്ക് ഞാൻ ഒരെണ്ണം അടിച്ചു. ഇതിവിടെ പറ്റത്തില്ല. എല്ലാ തട്ടുകടയിലും കിടക്കുന്ന പോലെ എല്ലാ തട്ടുകട പറ്റത്തില്ല. നടക്കത്തില്ല. നിന്റെ പണി നോക്കി പോകാൻ നോക്കും. ശ്ശേ, ഇത് ഭയങ്കര ചതിയായി പോയി കേട്ടോ. ചതിയായിട്ടൊന്നും നടക്കത്തില്ല. ഒരു കാര്യം ചെയ്. പരിപ്പോട ഉണ്ടോ? പരിപ്പോട. പരിപ്പൂടോ? ഓ പരിപ്പൂടി ഉണ്ടാകുന്ന രമേശ് എടുത്തോണ്ട് പോകാൻ തോന്നുന്നു. രമേശ എടാ പോയി പരിപ്പൂടെ മേടിച്ചോണ്ട് വേടാ. രമേശ മോനെടാ മേടിച്ചോണ്ട് വന്നേ. രമേശ മോനെടാ പരിപ്പൂടാടാ. എടാ രണ്ടെണ്ണം ഉണ്ടല്ലോ, ഒരെണ്ണം മോൻ കഴിച്ചത്. മറ്റൊരു മാമൻ വന്നിട്ടുണ്ട് കേട്ടോ. മാമൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് മാമന് കൊടുക്കാൻ വേണ്ടിയാ. മിടുക്കൻ. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരുടെയൊക്കെ ഒരു കാര്യമേ എന്തുവാ? കാരണം ഈ പലഹാരം എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കണ്ടു കഴിഞ്ഞാൽ കൊതി സഹിക്കാൻ പറ്റും, എടുത്തോണ്ട് ഒറ്റ വെടിയില്ല. ഏത് പിള്ളേർക്ക്? ചേട്ടന്റെ മോൻ രമേശനെ. രമേശൻ ഇവിടുത്തെ എന്റെ മോനാന്ന് ആരാ പറഞ്ഞേ? പിന്നെ ആരാ? ഞാൻ വളർത്തുന്ന പട്ടിയാണോ രമേശൻ? കേട്ടോ ചെറുപ്പം വൃത്തിയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഞാനാണ് വൃത്തി കാണിച്ചത്, ചേട്ടനാണ് വൃത്തി. നീ കഴിച്ചതിന്റെ ബാക്കി എന്റെ രമേശ് അങ്ങനെ കഴിക്കൂടാ. അത് ശരി, ഒരു കാര്യം ചെയ്യും, ഒരു ചായയെങ്കിലും എടു. ചായ എടുക്കാം. എനിക്കൊരു സ്ട്രോങ് ചായ. എനിക്കൊരു ലൈറ്റ് ചായ. എനിക്കൊരു മീഡിയം ചായ. അപ്പൊ സ്ട്രോങ് ചായ. മോനെ പിടിച്ചടാ. സ്ട്രോങ് ചായ, ലൈറ്റ് ചായ, കടുപ്പത്തിലുള്ള ചായ, എനിക്കൊരു വിത്തൗട്ട് ചായ. നിങ്ങൾ മരം കുടിച്ചാൽ എനിക്കൊന്നും കുടിക്കണ്ട. എനിക്ക് പോകാൻ സമയം. എന്റെ എത്ര രൂപ? എന്റെ രൂപ എത്രയായിരുന്നു? നിന്റെ 46. 46. പച്ചമുട്ട ഉണ്ടോ? പച്ചമുട്ട. പച്ചമുട്ട ഉണ്ടല്ലോ. പറഞ്ഞു എന്നാ പിടിച്ചു. കുടിക്കാനാണേ. എന്തിനാണ് പച്ചമുട്ട? കുടിക്കാനല്ലേ? കുടിക്കാനോ? അവിടെ ഉള്ള ഒരു കാര്യം, ഞാൻ സമ്മതം ഇത് വിൽക്കാനൊക്കെ വെച്ചിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഈ പച്ചമുട്ടൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓടണം. അത് ഞാൻ ഓടാൻ പോകല്ലേ? എന്തിന്? എന്റെ തരാൻ പൈസ ഇല്ലെന്ന്. എടാ പിടിക്കടാ. പറ്റിട്ടുള്ള കാറ്റുകളൊക്കെ പോവാറോടാ. ഞാൻ അത്രക്കാരനല്ല. എനിക്കല്ലേ അറിയാം മോൻ അത്രക്കാരനല്ലെന്ന്. എന്നെ എത്രേ? നിന്റെ ഇന്നത്തെ കൂട്ടി പറയാമല്ലോ. പറഞ്ഞു 65. 65. ഇപ്പൊ 50 ഉള്ളു. ബാക്കി 15. ബാക്കി 15. ബാക്കി 15 തരാടാ. തരാം. ഓ എന്താ ചൂടാവുന്നത്? 10. ചേട്ടാ ബാക്കി നിന്റെ കാശൊന്നും എനിക്ക് വേണ്ടാവേ. കൊണ്ടുപോകും. എന്നാ പിടിച്ചു. ചേട്ടാ ബാക്കി 15. തരാടാ. നീ എനിക്ക് അടക്കം തൊപ്പിൽ അറിയിക്കുന്നത് പേടിപ്പിക്കുവാണ്. ഇവിടെ 15 പെട്ടത് ഞാൻ ഇരിക്കണം. അവർ 10 പിടിച്ചേ. ചേട്ടൻ എന്ത് മണ്ടത്തരായി കാണിച്ചത്? എനിക്കെന്താ ചായ വേണോ? എനിക്ക് ചായ ഒന്നും വേണ്ട. ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, പൊറോട്ടയും മീൻകറി ഉണ്ടെങ്കിൽ ഒരു പാഴ്സൽ എടുത്തു. മീൻകറി ഒന്നും ഇവിടെ കിട്ടത്തില്ല. അതെന്താ? എടാ ഇപ്പോഴത്തെ കാലത്ത് ആരാടാ ധൈര്യത്തോടെ മീൻ പിടിക്കാൻ വേണ്ടി കടലിലോട്ട് പോകുന്നേ? എടാ ഇറ്റാലിയൻ കപ്പലിൽ നിന്നൊക്കെ എപ്പോഴാ വെടി വരുന്നു പറയാൻ പറ്റുമോ നിനക്ക്? മീൻകറി ഇല്ലെങ്കിൽ എനിക്ക് പൊറോട്ട വേണ്ട. അതുപോലെ വലിയ മീൻ പോലും ഇപ്പം ശ്വാസം പിടിക്കാൻ വേണ്ടി പോലും മേളിലോട്ട് പൊങ്ങി വരുന്നില്ല. മീൻകറി ഇല്ലല്ലേ? എനിക്ക് പൊറോട്ട വേണ്ട. പൊറോട്ട വേണ്ടേ? വേണ്ട. സൂപ്പർ ബീഫ് എടുക്കാം. ബീഫോ? എന്റെ മുന്നേട്ടാ എനിക്ക് ബീഫ് വേണ്ട. എടാ സൂപ്പർ ബീഫാ. സൂപ്പർ ബീഫാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ചേട്ടന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നില്ലേ? ഇപ്പൊ കുളമ്പ് രോഗം കൊണ്ട് പശുമൃഗങ്ങളെല്ലാം ചത്തോണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് അതിന്റെയൊക്കെ ബീഫ് ഇറച്ചിയൊക്കെ തിന്നു നമുക്ക് രോഗം വരും. എടാ ഞാൻ മേടിച്ച ഇറച്ചിയുടെ കുളമ്പ് രോഗമൊന്നും ഇല്ലാത്തതാ. അതെങ്ങനെ ചേട്ടൻ അറിയാം? ചേട്ടൻ അവിടെ നിന്ന് കാശും കൊടുത്ത് മേടിച്ചോണ്ട് ഇങ്ങോട്ട് വരുമല്ലോ. എടാ അതല്ലേ രസം. എടാ ഞാൻ ഇറച്ചി മേടിക്കാൻ വേണ്ടി കടയിൽ പോയപ്പോ ആ പോത്തിന് അങ്ങോട്ട് വെട്ടാൻ വേണ്ടി നിർത്തിരിക്കുന്നുള്ളൂ. അപ്പൊ തന്നെ അങ്ങ് മേടിച്ചില്ലേ? കുളമ്പ് രോഗം ഇല്ല. അതെങ്ങനെ മനസ്സിലായെന്ന്? എടാ എങ്ങനെ കുളമ്പ് രോഗം വരാനാ? എടാ വെട്ടുന്നതിന് മുന്നേ ഇതിന്റെ കാലും കൈയൊക്കെ ദ്രവിച്ചിരിക്കുവല്ലായിരുന്നു. പിന്നെ എങ്ങനെ വരാനാ? എടുക്കണോ ചായ? ചേട്ടാ ഇവിടെ എവിടെയെങ്കിലും സമരം നടക്കുന്നുണ്ടോ? സമരോ? എന്റെ അറിവിലില്ല. സമരം ഞാൻ അറിഞ്ഞില്ല ഇവിടെ എവിടെയോ സമരം നടക്കുന്നതായിട്ട്. ഉണ്ടോടാ സമരം? എന്റെ അറിവില്ല. ഇവിടെ നമ്മുടെ ഈ സ്ഥലത്ത് ഏതെങ്കിലും ഏരിയയിൽ സമരം നടക്കുന്നതായിട്ട് ചേട്ടൻ ഓർത്തു? ഈ ഏരിയയില് സമരം ഇല്ല. മോളെ എന്താ മോളെ? കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അത് ഈ സമരം പൈസയായിട്ട് എന്താ ബന്ധം? സമരം പൈസയായിട്ടോ? അതെ, ഈ സമരം നടക്കുന്നിടത്തെ ഞങ്ങളെപ്പോലെ പെൺകുട്ടികൾ ചെന്ന് സമരം നിർത്തലാക്കുകയും എന്തെങ്കിലും ചീത്ത പറയുകയും ചെയ്താ ഈ വലിയ വലിയ ആൾക്കാർ തലപ്പത്തിരിക്കുന്ന ആൾക്കാരൊക്കെ കുറച്ച് പൈസ തന്ന് സഹായിക്കും. എന്നെ അറിയത്തില്ലേ? സംഗമം ടെക്സ്റ്റൈൽസില്ലേ, അതിന്റെ ബാഗില് തൊട്ടടുത്ത വീട്ടില് ഒരു മുത്തശ്ശി. മുത്തശ്ശിയാണോ? കണ്ട മുത്തശ്ശിയുടെ മുത്തശ്ശിയാന്ന് പറഞ്ഞു. എന്താ പോലെ പറഞ്ഞത്? ഞാൻ പറഞ്ഞൊക്കെ വരുന്ന കേട്ടോ. മുത്തശ്ശിയുടെ വന്ന് ചിക്കനും ചപ്പാത്തിയൊക്കെ മേടിച്ചോണ്ട് പോകുന്നതാ. ആണോ? ആ മുത്തശ്ശി എപ്പോഴും പറയാറുണ്ട് എനിക്ക് വേണ്ടിട്ട് വാങ്ങിച്ചോണ്ട് വരുന്നത്. നല്ല ടേസ്റ്റാ. എന്റെ പൊന്നെ എടുക്കടാ അങ്ങോട്ട് ചിക്കനും ചപ്പാത്തി. അല്ല അത് എനിക്ക് പൈസ എന്റെ കയ്യില് ഒന്നും ഇല്ലല്ലോ. ഇല്ല പൈസയുടെ കാര്യം ഒന്നും മോള് മേടിക്കണ്ടെന്ന്. പിന്നെ അല്ലാതെ പിന്നെ പൈസയുടെ കാര്യം എടുത്ത് മോള് ടെൻഷൻ അടിക്കണ്ട. പൈസ ഇന്ന് വരും നാളെ പോകും. പൈസയുടെ കാര്യം ഒന്നും മോള് കൊടുക്കണ്ട. ഇത് പിടിച്ച് മുത്തശ്ശി കൊണ്ട് കൊടുക്കണം. പിന്നെ ഒരു ചുംബനം തന്നാ മതി. ചുംബനോ? അതെ നീ എന്നാ മോളെ ഉമ്മ വന്നിട്ട് പോകാൻ? അതെ ഞാൻ മുത്തശ്ശിയുടെ കയ്യിലിട്ട് കൊടുത്തു വിട്ടേക്കാം. കൊണ്ടുപോക്കോ കൊണ്ടുപോക്കോ.
അങ്ങോട്ട് നടക്കാൻ. സാറേ എവിടെ പോന്നാ? എവിടെ പോന്നു? ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി. അതല്ല, നീ വളർന്നത് എങ്ങോട്ട് പോന്നാ ചോദിച്ചത്. ഒന്നുമില്ല സാറേ. സാറേ എന്തോ പറയുന്നു? ഈ തെക്കേടത്തെ വീട് എവിടാ? തെക്കേടത്തെ വീട് എവിടാന്ന്? അതാ വടക്കേടത്താ. എവിടാടാ? കിഴക്കേടത്തായിരിക്കും. കഴിക്കാനുണ്ടോ? കഴിക്കാൻ പൊറോട്ട ഉണ്ട് സാറേ. പൊറോട്ട ഉള്ളോ? പൊറോട്ട ഉള്ളൂ. ചപ്പാത്തി ഉണ്ടോ? ചപ്പാത്തി ഇല്ല. ചപ്പാത്തി ഇല്ലെന്ന് കള്ളം പറയുന്നത്. ഇപ്പൊ ഒരു പെങ്കൊച്ചിന് കൊടുത്തുവിടുന്ന ഞാൻ കണ്ടാണല്ലോ. ആഹാ, ചപ്പാത്തി വെച്ചിട്ടാണോ ഇല്ലെന്ന് ചപ്പാത്തി എവിടെ? ചപ്പാത്തി ചപ്പാത്തി എങ്ങനെയാ മാറ്റി വെക്കുന്നത്? അത് സാർമാരെ കൊണ്ട് കൊടുക്കണ്ടേ? ചപ്പാത്തി ചപ്പാത്തി എന്തോ കറി എന്തോ ഉണ്ടോ? ചപ്പാത്തി ആറ് ചപ്പാത്തി പറ. കറി എന്തോ ഉണ്ടെന്ന്? കറി ചിക്കൻ കറി ഉണ്ട് സാറേ. ആ ചപ്പാത്തി ചപ്പാത്തി മതി. ചിക്കൻ ഇട്. ഒരാൾക്ക് മതി. ഒരാൾക്ക് മതി എന്ന് കൊടുക്കോട്ടെ സാറിന് കൊടുക്ക സാറേ. നന്നാ സാറേ. കഴിച്ചാട്ടെ സാർ. ഇതന്നെ പ്രതിയാണ്. ഇതാരാ? അത് പ്രതിയാ. പ്രതിയാണോ? എന്താ സാറേ കേസ്? പീഡനമാണോ? എന്തുവാ? കേസൊന്നും ഇതുവരെ കണ്ടുപിടിച്ചില്ല. എന്നിട്ട് എന്തായാലും ഇനി എഴുതി തയ്യാറാക്കണം. അടിപൊളി ചിക്കനാണല്ലേ സാറേ പിന്നെ സാറേ കഷ്ടമുണ്ട് സാറേ. എന്തെങ്കിലും ഒന്ന് കൊടുക്ക് സാറേ. എന്താ പാവപ്പെട്ട ഇരിക്കുന്നുണ്ടല്ലേ, നിങ്ങൾ മാത്രം ഇങ്ങനെ മേടിച്ചു കഴിച്ചാ? എടാ, അവന് വിശപ്പില്ലെന്ന്. അവന് കാണുമ്പോഴേ അറിയാം വിശന്ന് പാവം ഇരിക്കുന്ന ഇരിപ്പ്. അവന് വിശപ്പില്ല സാർ വെറുതെ പറയില്ല, അവന് വിശപ്പുണ്ട്. കാണുമ്പോഴേ അറിയാം. നിനക്ക് വിശപ്പുണ്ടോടാ? വളരെ കഷ്ടം കേട്ടോ. നിനക്ക് വിശപ്പുണ്ടോ? വിശപ്പില്ല. ഇങ്ങനെ ചോദിച്ചാൽ അങ്ങനെ സാർ വിശക്കുന്ന പാവം വെള്ളമെല്ലാം കുടിക്കണോ മോനെ? ഒരു കാര്യം ചെയ്യ്. 2 ദോശ അവനോട് കൊടുത്തേരും. എടാ 2 ദോശ സാറ് പറഞ്ഞ കേട്ടോ. നോക്കി 2 ദോശ എടുത്ത് അവന് പറ. കൊതി മേടിച്ച് കേട്ടണ്ട. ദോശ അടിപൊളി ചിക്കനാ. ഇത്ര നാളായി ചിക്കനൊക്കെ കൂട്ടി. കൂടെ ചിക്കനും ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ട് ഒരുപാട് നാളായി. പിന്നെ വേണ്ട സൂപ്പർ ചിക്കൻ അല്ലേ? കുറച്ച് നാളായി കഴിച്ചിട്ട്. അടിപൊളി ചിക്കനാ. സമയം എത്രയാടാ? സമാനമല്ലോ. ഇനി എനിക്ക് കഴിക്കാമല്ലോ. സാറ് കഴിച്ചോ? എനിക്ക് കൈ കഴുകാമല്ലോ. ഇതെല്ലാം പോഞ്ഞെടുത്ത് സാറിന് പാഴ്സലാക്കി തന്നാ മതി അല്ലേ? ഇവൻ സാറിനെ കഴിക്കാൻ സമ്മതിക്കുന്നില്ലല്ലേ? സാറിന് പാഴ്സലാക്കി കൊടുത്തേ. പാഴ്സലാക്കി